ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സക്സസ് അക്കാഡമീസ് യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നമുക്കറിയാം നമ്മുടെ ഇലക്ഷൻ തീർന്നു, അതുപോലെ തന്നെ നമ്മുടെ പുതിയ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അവരെയാണെന്ന് പരിചയപ്പെടാൻ പോകുന്നത്. നമ്മൾ SSCയുടെ പോയിന്റ് ഓഫ് വ്യൂവിലാണെങ്കിലും RRBയുടെ പോയിന്റ് ഓഫ് വ്യൂവിലാണെങ്കിലും ബാങ്കിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണെങ്കിലും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു കാര്യമാണ് നമ്മുടെ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഏറ്റവും പുതിയ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ കറണ്ട് അഫയേഴ്സ്. അപ്പോൾ നമ്മൾ അതാണെന്ന് നോക്കാൻ പോകുന്നത്. നമുക്ക് നമ്മുടെ ഫസ്റ്റ് മിനിസ്റ്ററെ നോക്കാം അല്ലേ. നമ്മുടെ ഫസ്റ്റ് മിനിസ്റ്റർ പ്രൈം മിനിസ്റ്റർ അല്ലേ. പ്രൈം മിനിസ്റ്റർ നമുക്ക് എല്ലാവർക്കും അറിയാം ആരാണ് ഇത്തവണത്തെയും പ്രൈം മിനിസ്റ്റർ. ഇത്തവണത്തെയും നമ്മുടെ പ്രൈം മിനിസ്റ്റർ ശ്രീ നരേന്ദ്രമോദിയാണ് അല്ലേ. മോദി സർക്കാരിൻ്റെ അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ തുടർച്ചയായിട്ടുള്ള 3ാമത്തെ തവണയാണ് അല്ലേ അദ്ദേഹം നമ്മുടെ PM ആവുന്നത്, അതായത് 15ാമത്തെ വർഷം അല്ലേ. അപ്പോൾ അദ്ദേഹം ഒരു എന്താ പറയുക ഏറ്റവും വലിയ നേട്ടം കൈവരിച്ചിരിക്കുന്ന ഒരു വർഷം കൂടിയാണ്. തുടർച്ചയായി 3ാം തവണയും അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയാണ് വരാൻ പോകുന്നത്, അല്ലെങ്കിൽ അദ്ദേഹമാണ് PM ആവുന്നത്. അപ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണ് അദ്ദേഹം നോക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അണ്ടറിൽ ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണ് ഉള്ളത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ അണ്ടറിൽ ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ആദ്യമാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അറ്റോമിക് എനർജി. ശ്രദ്ധിക്കുക, അറ്റോമിക് എനർജിയുടെ ഡിപ്പാർട്ട്മെൻറ്റ് ആരുടെ അണ്ടറിലാണ്? നമ്മുടെ PM ആയിട്ടുള്ള പ്രൈം മിനിസ്റ്ററുടെ അണ്ടറിലാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അറ്റോമിക് എനർജി. അറ്റോമിക് എനർജിയുടെ വിഭാഗം വരുന്നത് ആരുടെ അണ്ടറിലാണ്? പ്രൈം മിനിസ്റ്റർ അണ്ടറിലാണ്. അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസ് അല്ലേ. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസ് ആരുടെ അണ്ടറിലാണ്? അത് നമ്മുടെ പ്രൈം മിനിസ്റ്ററുടെ അണ്ടറിലാണ്. അതുപോലെ തന്നെ ഓൾ ഇമ്പോർട്ടൻറ്റ് പോളിസി ഇഷ്യൂസ്, എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോളിസി ഇഷ്യൂസും ആരുടെ അണ്ടറിലാണ്? നമ്മുടെ PMൻ്റെ അണ്ടറിലാണ് ഓൾ ഇമ്പോർട്ടൻറ്റ് പോളിസി ഇഷ്യൂസും വരുന്നത്. അതുപോലെ തന്നെ ഓൾ അതർ പോർട്ട്ഫോളിയോസ് നോട്ട് അലോക്കേറ്റഡ് ടു എനി മിനിസ്റ്റേഴ്സ്, ഏത് മിനിസ്റ്റേഴ്സിനും അലോക്കേറ്റ് ചെയ്യാത്ത എല്ലാ പോർട്ട്ഫോളിയോസും ആരുടെ അണ്ടറിലാണ്? അതും വരുന്നത് നമ്മുടെ PMൻ്റെ അണ്ടറിലാണ്, അലോക്കേറ്റ് ചെയ്യാത്ത എല്ലാ പോർട്ട്ഫോളിയോസും. അതുപോലെ തന്നെ മിനിസ്ട്രി ഓഫ് പേഴ്സണൽ പബ്ലിക് ഗ്രീവിയൻസ് ആൻഡ് പെൻഷൻസ് അല്ലേ. മിനിസ്ട്രി ഓഫ് പേഴ്സണൽ പബ്ലിക് ഗ്രീവിയൻസ് ആൻഡ് പെൻഷൻസ് ഇതും ആരുടെ അണ്ടറിലാണ് വരുന്നത്? നമ്മുടെ പ്രൈം മിനിസ്റ്ററുടെ അണ്ടറിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ശ്രീ നരേന്ദ്രമോദിക്ക് അദ്ദേഹം നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആണ്. അദ്ദേഹത്തിൻ്റെ അണ്ടറിൽ വരുന്ന ബാക്കി ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. ശ്രദ്ധിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തത് മിനിസ്ട്രി ഓഫ് ഡിഫെൻസ്. ആരാണ് മിനിസ്ട്രി ഓഫ് ഡിഫെൻസ്? നമുക്കറിയാമല്ലേ, മിനിസ്ട്രി ഓഫ് ഡിഫെൻസ് രാജ്നാഥ് സിംഗ് ആണ്. രാജ്നാഥ് സിംഗ് ആണ് നമ്മുടെ മിനിസ്ട്രി ഓഫ് ഡിഫെൻസ്, അല്ലെങ്കിൽ മിനിസ്റ്റർ ഓഫ് ഡിഫെൻസ് വരുന്നത് രാജ്നാഥ് സിംഗ് ആണ്. മിനിസ്ട്രി ഓഫ് ഡിഫെൻസ് ആരുടെ അണ്ടറിലാണ്? രാജ്നാഥ് സിംഗിൻ്റെ അണ്ടറിലാണ്. നമ്മുടെ മിനിസ്റ്റർ ഓഫ് ഡിഫെൻസ് ആരാണ്? രാജ്നാഥ് സിംഗ് ആണ്. ശ്രദ്ധിക്കുക, മിനിസ്റ്റർ ഓഫ് ഡിഫെൻസ് രാജ്നാഥ് സിംഗ്. പറഞ്ഞു നോക്കുക, മിനിസ്റ്റർ ഓഫ് ഡിഫെൻസ് ആരാണ്? രാജ്നാഥ് സിംഗ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു PM ആരാണ്? നരേന്ദ്രമോദിയാണ്. ഇതൊക്കെ നമുക്ക് പരിചയമുള്ള പേരുകളായിരിക്കും അല്ലേ, അതുകൊണ്ട് തന്നെ പഠിക്കാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഇനി അടുത്തത് ശ്രീ അമിത് ഷാ. നമുക്കറിയുന്ന പേരാണ് അമിത് ഷാ അല്ലേ. ശ്രീ അമിത് ഷാ, അദ്ദേഹത്തിൻ്റെ അണ്ടറിൽ വരുന്ന മിനിസ്ട്രി ഏതാണ്, അല്ലെങ്കിൽ അദ്ദേഹം എന്തിൻ്റെയൊക്കെ മിനിസ്റ്റർ ആണ് നമുക്ക് നോക്കാം. ഹി ഈസ് ദ മിനിസ്റ്റർ ഓഫ് ഹോം അഫയേഴ്സ്. ഹോം അഫയേഴ്സിൻ്റെ മിനിസ്റ്റർ ആണ് ആര്? അമിത് ഷാ. അതുപോലെ തന്നെ മിനിസ്റ്റർ ഓഫ് കോർപ്പറേഷൻ, കോർപ്പറേഷൻ്റെ മിനിസ്റ്ററും ആരാണ്? അമിത് ഷാ ആണ്. അപ്പോൾ എന്തൊക്കെയാണ് അമിത് ഷായുടെ അണ്ടറിൽ വരുന്ന മിനിസ്ട്രി, അല്ലെങ്കിൽ അമിത് ഷായുടെ അണ്ടറിൽ വരുന്ന ഡിപ്പാർട്ട്മെൻറ്റ്സ് ഏതൊക്കെയാണ്? He is Minister of Home Affairs and Minister of Corporation. ഒന്നുകൂടെ പറഞ്ഞു നോക്കുക, അമിത് ഷാ is the Minister of Home Affairs and he is the Minister of Corporation. ഹോം അഫയേഴ്സിൻ്റെയും അതുപോലെ തന്നെ കോർപ്പറേഷൻ്റെയും മിനിസ്റ്റർ ആണ് ആര്? നമ്മുടെ അമിത് ഷാ. ഇനി അടുത്തത് ശ്രീ നിതിൻ ജയറാം ഗഡ്കരി. നമുക്കറിയുന്ന പേരായിരിക്കും അല്ലേ. ശ്രീ നിതിൻ ഗഡ്കരി എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം എന്താണ്? ശ്രീ നിതിൻ ജയറാം ഗഡ്കരിയാണ് അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം. അദ്ദേഹം എന്തിൻ്റെ മിനിസ്റ്റർ ആയിട്ടാണ് വരുന്നത്? ഹി ഈസ് ദ മിനിസ്റ്റർ ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ്. റോഡ് ട്രാൻസ്പോർട്ടിൻ്റെയും ഹൈവേസിൻ്റെയും മിനിസ്റ്റർ ആരാണ്? നിതിൻ ഗഡ്കരി, അല്ലെങ്കിൽ ശ്രീ നിതിൻ ജയറാം ഗഡ്കരിയാണ് നമ്മുടെ റോഡ് ട്രാൻസ്പോർട്ടേഷൻ്റെയും അതുപോലെ തന്നെ ഹൈവേസിൻ്റെയും മിനിസ്റ്റർ ആയിട്ട് വരുന്നത്. മിനിസ്റ്റർ ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ് ആരാണ്? നമ്മുടെ നിതിൻ ഗഡ്കരിയാണ്. കേട്ട് പരിചയമുള്ള പേര് തന്നെയായിരിക്കും, അതുകൊണ്ട് എളുപ്പമായിരിക്കും പഠിക്കാൻ. ഇനി അടുത്തത് ശ്രീ ജഗത് പ്രകാശ് നന്ദ. ശ്രീ ജഗത് പ്രകാശ് നന്ദ എന്തിൻ്റെയൊക്കെ മിനിസ്ട്രിയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അണ്ടറിൽ എന്തൊക്കെയാണ് വരുന്നത് നമുക്ക് നോക്കാം. ഹി ഈസ് ദ മിനിസ്റ്റർ ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ. ഹെൽത്തിൻ്റെയും ഫാമിലി വെൽഫെയറിൻ്റെയും മിനിസ്റ്ററാണ് ആര്? ജഗത് പ്രകാശ് നന്ദ. അതുമാത്രമല്ല, ഹി ഈസ് ദ മിനിസ്റ്റർ ഓഫ് കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ്. കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സിൻ്റെ മിനിസ്റ്ററും കൂടെയാണ് ആര്? ശ്രീ ജഗത് പ്രകാശ് നന്ദ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ പറഞ്ഞു നോക്കാം, ജഗത് പ്രകാശ് നന്ദ എന്തിൻ്റെയൊക്കെ മിനിസ്റ്റർ ആയിട്ടാണ് വരുന്നത്? ഹി ഈസ് ദ മിനിസ്റ്റർ ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ. ഒന്ന് പറഞ്ഞു നോക്കുക, ഹി ഈസ് ദ മിനിസ്റ്റർ ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ആൻഡ് മിനിസ്റ്റർ ഓഫ് കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ്. ഹെൽത്ത് ഫാമിലി വെൽഫെയറും അതുപോലെ തന്നെ കെമിക്കൽ ആൻഡ് ഫെർട്ടിലൈസേഴ്സും ഇത് രണ്ടും ആരുടെ അണ്ടറിലാണ് വരുന്നത്? ശ്രീ ജഗത് പ്രകാശ് നന്ദയുടെ അണ്ടറിലാണ് വരുന്നത്.
ഓക്കെ. ഇനി അടുത്തത് ശ്രീ ശിവരാജ് സിംഗ് ചൗഹാൻ. കേട്ട് പരിചയമുള്ള പേരായിരിക്കും അല്ലേ? ശ്രീ ശിവരാജ് സിംഗ് ചൗഹാൻ. അദ്ദേഹത്തിൻ്റെ അണ്ടറിൽ എന്തൊക്കെയാണ് വരുന്നത്? മിനിസ്റ്റർ ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ. എന്തൊക്കെയാണ് വരുന്നത്? ഹീസ് എ മിനിസ്റ്റർ ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ. ശിവരാജ് സിംഗ് ചൗഹാൻ എന്തിൻ്റെ മിനിസ്റ്ററാണ്? ഹീസ് എ മിനിസ്റ്റർ ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ. ശ്രദ്ധിക്കുക, മിനിസ്റ്റർ ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ. അതുപോലെ തന്നെ എന്തിൻ്റെ കൂടെയാണ്? മിനിസ്റ്റർ ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ്. റൂറൽ ഡെവലപ്മെൻറ്റിൻ്റെ മിനിസ്റ്റർ കൂടെയാണ് ആര്? ശിവരാജ് സിംഗ് ചൗഹാൻ. അപ്പോൾ അദ്ദേഹത്തിന് 2 ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണ് വരുന്നത്. ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. അപ്പോൾ മിനിസ്റ്റർ ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയറും അതുപോലെ തന്നെ മിനിസ്റ്റർ ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റും ആരാണ്? ശിവരാജ് സിംഗ് ചൗഹാനാണ്. ക്ലിയർ അല്ലേ? അടുത്ത സ്ലൈഡ് നോക്കുകയാണെങ്കിൽ ശ്രീമതി നിർമ്മല സീതാരാമൻ. നമുക്ക് കേട്ട് വളരെ പരിചിതമായിട്ടുള്ള ഒരു പേരായിരിക്കും ശ്രീമതി നിർമ്മല സീതാരാമൻ. ശ്രീമതി നിർമ്മല സീതാരാമന് വരുന്നത് ഷീസ് എ മിനിസ്റ്റർ ഓഫ് ഫിനാൻസ്. നമുക്കറിയാം അല്ലേ, നേരത്തെയും അവർ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്? മിനിസ്റ്റർ ഓഫ് ഫിനാൻസ് ആയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ മിനിസ്റ്റർ ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ്. ശ്രദ്ധിക്കുക, നിർമ്മല സീതാരാമൻ്റെ അണ്ടറിൽ വരുന്നതാണ് മിനിസ്ട്രി ഓഫ് ഫിനാൻസും അതുപോലെ തന്നെ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ്. സോ ഷീസ് എ മിനിസ്റ്റർ ഓഫ് ഫിനാൻസ് ആൻഡ് മിനിസ്റ്റർ ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ്. നിർമ്മല സീതാരാമൻ, മിനിസ്റ്റർ ഓഫ് ഫിനാൻസ് ആൻഡ് മിനിസ്റ്റർ ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ്. ഇനി അടുത്തത് ഡോക്ടർ സുബ്രഹ്മണ്യം ജയശങ്കർ. നമുക്കറിയാവുന്ന പേരാണല്ലേ, ഡോക്ടർ സുബ്രഹ്മണ്യം ജയശങ്കർ. ജയശങ്കർ എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള, നമ്മളെപ്പോഴും കണ്ട് പരിചയമുള്ള ഒരു പേരും ഒരു മുഖവും ഒക്കെ ആയിരിക്കും. അദ്ദേഹമാണ് എന്ത്? മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്. നമുക്കറിയുന്നതാണല്ലേ. സോ ഹി ഈസ് എ മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്. ഡോക്ടർ സുബ്രഹ്മണ്യം ജയശങ്കർ, ഹി ഈസ് എ മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്. സുബ്രഹ്മണ്യം ജയശങ്കർ എന്തിൻ്റെ മിനിസ്റ്ററാണ്? എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ മിനിസ്റ്ററാണ്. സുബ്രഹ്മണ്യം ജയശങ്കർ, എക്സ്റ്റേണൽ അഫയേഴ്സ്. ഇനി അടുത്തത് ശ്രീ മനോഹർ ലാൽ. ശ്രീ മനോഹർ ലാൽ എന്തിൻ്റെ മിനിസ്റ്റർ ആയിട്ടാണ് വരുന്നത്? ഹീസ് എ മിനിസ്റ്റർ ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ്. എന്തിൻ്റെ മിനിസ്റ്റർ ആയിട്ടാണ് വരുന്നത്? ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ്. ആരാണ്? ശ്രീ മനോഹർ ലാൽ. മനോഹർ ലാൽ, ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ്. അതുപോലെ തന്നെ മിനിസ്റ്റർ ഓഫ് പവർ. മിനിസ്റ്റർ ഓഫ് പവർ അതുപോലെ തന്നെ മിനിസ്റ്റർ ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ്. ഇത് രണ്ടും ആരാണ് വരുന്നത്? ശ്രീ മനോഹർ ലാൽ ആണ് വരുന്നത്. ഓക്കെ, ശ്രീ മനോഹർ ലാൽ, മിനിസ്റ്റർ ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ്, അതുപോലെ തന്നെ മിനിസ്റ്റർ ഓഫ് പവർ. ഇനി അടുത്തത് ശ്രീ എച്ച് ഡി കുമാരസ്വാമി. ശ്രീ എച്ച് ഡി കുമാരസ്വാമി അദ്ദേഹത്തിൻ്റെ അണ്ടറിൽ എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. ഹീസ് എ മിനിസ്റ്റർ ഓഫ് ഹെവി ഇൻഡസ്ട്രീസ്. ഹെവി ഇൻഡസ്ട്രീസിൻ്റെ മിനിസ്റ്ററാണ്. അതുപോലെ തന്നെ ഹീസ് എ മിനിസ്റ്റർ ഓഫ് സ്റ്റീൽ. ശ്രദ്ധിക്കുക, ഹെവി ഇൻഡസ്ട്രീസ് അതുപോലെ തന്നെ സ്റ്റീൽ രണ്ടിൻ്റെയും മിനിസ്റ്ററായിട്ടാണ് ആര് വരുന്നത്? ശ്രീ എച്ച് ഡി കുമാരസ്വാമി. എച്ച് ഡി കുമാരസ്വാമി, മിനിസ്റ്റർ ഓഫ് ഹെവി ഇൻഡസ്ട്രീസ് ആൻഡ് മിനിസ്റ്റർ ഓഫ് സ്റ്റീൽ. ഒന്നുകൂടെ പറയാം, എച്ച് ഡി കുമാരസ്വാമി, മിനിസ്റ്റർ ഓഫ് ഹെവി ഇൻഡസ്ട്രീസ് ആൻഡ് മിനിസ്റ്റർ ഓഫ് സ്റ്റീൽ. ഇനി അടുത്തത് ശ്രീ പീയൂഷ് ഗോയൽ. ഇതും പരിചയമുള്ള പേരായിരിക്കും അല്ലേ? ശ്രീ പീയൂഷ് ഗോയൽ, ഹീസ് എ മിനിസ്റ്റർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി. കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ മിനിസ്റ്ററാണ് ആര്? പീയൂഷ് ഗോയൽ. സോ പീയൂഷ് ഗോയൽ, മിനിസ്റ്റർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി. കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി, പീയൂഷ് ഗോയൽ. ഇനി അടുത്തത് ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ. ഇത് നമുക്കറിയുന്നതായിരിക്കും അല്ലേ? ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ എന്തിൻ്റെ മിനിസ്റ്ററാണ്? മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ. ധർമ്മേന്ദ്ര പ്രധാൻ, ഹിസ് എ മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ. ധർമ്മേന്ദ്ര പ്രധാൻ, എഡ്യൂക്കേഷൻ. ധർമ്മേന്ദ്ര പ്രധാൻ, എഡ്യൂക്കേഷൻ. അടുത്തത് ശ്രീ ജിതൻ റാം മഞ്ചി. ശ്രീ ജിതൻ റാം മഞ്ചി അദ്ദേഹം എന്തിൻ്റെയാണ് മിനിസ്റ്ററായിട്ട് വരുന്നത്? മിനിസ്റ്റർ ഓഫ് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ്. മിനിസ്റ്റർ ഓഫ് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് ആണ് ആര്? ജിതൻ റാം മഞ്ചി. ഇനി അടുത്തത് ശ്രീ രാജീവ് രഞ്ജൻ സിംഗ് അലിയാസ് ലാലൻ സിംഗ്. അപ്പോൾ രാജീവ് രാജൻ സിംഗ് അല്ലെങ്കിൽ ലാലൻ സിംഗ് ഇദ്ദേഹം എന്തിൻ്റെ മിനിസ്റ്റർ ആയിട്ടാണ് വരുന്നത്? ഹീസ് എ മിനിസ്റ്റർ ഓഫ് പഞ്ചായത്തി രാജ്. അപ്പോൾ പഞ്ചായത്തി രാജിൻ്റെ മിനിസ്റ്റർ ആയിട്ടാണ് ആര് വരുന്നത്? രാജീവ് രാജൻ സിംഗ് വരുന്നത്. രാജീവ് രഞ്ജൻ സിംഗ്, പഞ്ചായത്തി രാജ്. രാജീവ് രഞ്ജൻ സിംഗ്, പഞ്ചായത്തി രാജ്. അതുപോലെ തന്നെ മിനിസ്റ്റർ ഓഫ് ഫിഷറീസ്, അനിമൽ ഹസ്ബൻഡറി ആൻഡ് ഡയറിങ്. സോ ഒന്നുകൂടെ ശ്രദ്ധിക്കുക, രാജീവ് രഞ്ജൻ സിംഗ് എന്ന് പറയുന്നത് പഞ്ചായത്തി രാജിൻ്റെയും അതുപോലെ തന്നെ മിനിസ്ട്രി ഓഫ് ഫിഷറീസ്, അനിമൽ ഹസ്ബൻഡറി ആൻഡ് ഡയറിങ് ഇത് രണ്ടിൻ്റെയും മിനിസ്റ്ററായിട്ടാണ് ആര് വരുന്നത്? രാജീവ് രഞ്ജൻ സിംഗ് അല്ലെങ്കിൽ ലാലൻ സിംഗ്. അദ്ദേഹത്തിന് അറിയപ്പെടുന്ന വേറൊരു പേരാണ് എന്ത്? ലാലൻ സിംഗ്. അപ്പോൾ രാജീവ് രഞ്ജൻ സിംഗ്, മിനിസ്റ്റർ ഓഫ് പഞ്ചായത്തി രാജ് ആൻഡ് മിനിസ്റ്റർ ഓഫ് ഫിഷറീസ്, അനിമൽ ഹസ്ബൻഡറി ആൻഡ് ഡയറിങ്.
അപ്പോൾ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് മിനിസ്റ്ററെ നോക്കാം. നമ്മുടെ നെക്സ്റ്റ് മിനിസ്റ്ററാണ് ശ്രീ സർബാനന്ദ സോനോവാൾ. ശ്രദ്ധിക്കുക, ശ്രീ സർബാനന്ദ സോനോവാൾ. അദ്ദേഹമാണ് മിനിസ്റ്റർ ഓഫ് പോർട്സ്, ഷിപ്പിംഗ് ആൻഡ് വാട്ടർവേസ്. അപ്പോൾ മിനിസ്റ്റർ ഓഫ് പോർട്സ്, ഷിപ്പിംഗ് ആൻഡ് വാട്ടർവേസ് ആരാണ്? സർബാനന്ദ സോനോവാൾ. സർബാനന്ദ സോനോവാൾ ആണ് മിനിസ്റ്റർ ഓഫ് പോർട്സ്, ഷിപ്പിംഗ് ആൻഡ് വാട്ടർവേസ്. അടുത്തത് ഡോക്ടർ വീരേന്ദ്രകുമാർ. ഡോക്ടർ വീരേന്ദ്രകുമാർ എന്തിൻ്റെ മിനിസ്റ്ററാണ്? ഹീസ് എ മിനിസ്റ്റർ ഓഫ് സോഷ്യൽ എംപവർമെൻറ്റ്. അപ്പോൾ സോഷ്യൽ എംപവർമെൻറ്റ് മിനിസ്റ്ററാണ് ആര്? ഡോക്ടർ വീരേന്ദ്രകുമാർ. ഡോക്ടർ വീരേന്ദ്രകുമാർ എന്തിൻ്റെ മിനിസ്റ്ററാണ്? സോഷ്യൽ എംപവർമെൻറ്റ്. സോഷ്യൽ എംപവർമെൻറ്റ് ഡോക്ടർ വീരേന്ദ്രകുമാർ. ഇനി അടുത്ത നോക്കാം. ശ്രീ കിഞ്ചുരാപ്പു റാം മോഹൻ നായിഡു. ശ്രദ്ധിക്കുക, ഒന്നുകൂടെ പറയാം. ശ്രീ കിഞ്ചുരാപ്പു റാം മോഹൻ നായിഡു. അദ്ദേഹം എന്തിൻ്റെ മിനിസ്റ്ററാണ്? മിനിസ്റ്റർ ഓഫ് സിവിൽ ഏവിയേഷൻ. അപ്പം മിനിസ്റ്റർ ഓഫ് സിവിൽ ഏവിയേഷൻ ആരാണ്? ശ്രീ കെ രാം മോഹൻ നായിഡു. രാം മോഹൻ നായിഡു ആണ് എന്തിൻ്റെ മിനിസ്റ്ററായിട്ട് വരുന്നത്? മിനിസ്റ്റർ ഓഫ് സിവിൽ ഏവിയേഷൻ. ഒന്നുകൂടെ പറയാം, മിനിസ്റ്റർ ഓഫ് സിവിൽ ഏവിയേഷൻ ആരാണ് വരുന്നത്? രാം മോഹൻ നായിഡു. രാം മോഹൻ നായിഡു, സിവിൽ ഏവിയേഷൻ. അടുത്ത നോക്കാം. ശ്രീ പ്രഹ്ലാദ് ജോഷി. ശ്രദ്ധിക്കുക, ശ്രീ പി ജോഷി. അദ്ദേഹം എന്തിൻ്റെ മിനിസ്റ്റർ ആയിട്ടാണ് വരുന്നത്? ഹി ഈസ് എ മിനിസ്റ്റർ ഓഫ് കൺസ്യൂമർ അഫയേഴ്സ്, ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ. ശ്രദ്ധിക്കുക, ഹി ഈസ് എ മിനിസ്റ്റർ ഓഫ് കൺസ്യൂമർ അഫയേഴ്സ്, ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ. അതുപോലെ തന്നെ ഹി ഈസ് എ മിനിസ്റ്റർ ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി. അപ്പോൾ ശ്രീ പി ജോഷി അല്ലെങ്കിൽ ശ്രീ പ്രഹ്ലാദ് ജോഷി, അദ്ദേഹം മിനിസ്റ്റർ ഓഫ് കൺസ്യൂമർ അഫയേഴ്സ്, ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ. അതുപോലെ തന്നെ ഹി ഈസ് എ മിനിസ്റ്റർ ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി. ഒന്നുകൂടെ പറയാം. ശ്രീ പി ജോഷി, he is a minister of consumer affairs, food and public distribution, and also he is a minister of new and renewable energy. ശ്രദ്ധിക്കുക, പറഞ്ഞു നോക്കുക, അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇനി അടുത്തത് ശ്രീ ഗിരിരാജ് സിംഗ് അല്ലേ? ശ്രീ ഗിരിരാജ് സിംഗ് നമുക്ക് പേര് കേട്ട് പരിചയമുള്ള പേരായിരിക്കും. സോ ശ്രീ ഗിരിരാജ് സിംഗ്, ഹി ഈസ് എ മിനിസ്റ്റർ ഓഫ് ടെക്സ്റ്റൈൽസ്. അപ്പോൾ മിനിസ്റ്റർ ഓഫ് ടെക്സ്റ്റൈൽസ് ശ്രീ ഗിരിരാജ് സിംഗ്. മിനിസ്റ്റർ ഓഫ് ടെക്സ്റ്റൈൽസ് ശ്രീ ഗിരിരാജ് സിംഗ്. അടുത്തത് ശ്രീ അശ്വനി വൈഷ്ണവ്. ഇതും പേര് കേട്ടുള്ളതായിരിക്കും, നമുക്ക് പരിചയമുള്ള പേരാണ്. ശ്രീ അശ്വിനി വൈഷ്ണവ്, ഹിസ് എ മിനിസ്റ്റർ ഓഫ് റെയിൽവേസ്. മിനിസ്റ്റർ ഓഫ് റെയിൽവേസ് ആരാണ്? അശ്വിനി വൈഷ്ണവ് ആണ്. അതുപോലെ തന്നെ ഹീസ് മിനിസ്റ്റർ ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ്. ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗിൻ്റെ മിനിസ്റ്റർ ആരാണ്? അശ്വിനി വൈഷ്ണവ് ആണ്. അതുപോലെ തന്നെ ഹീസ് എ മിനിസ്റ്റർ ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി. ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ മിനിസ്റ്റർ ആരാണ്? അതും അശ്വിനി വൈഷ്ണവ് ആണ്. അപ്പോൾ അശ്വിനി വൈഷ്ണവ് എന്തിൻ്റെയൊക്കെ മിനിസ്റ്റർ ആയിട്ടാണ് വരുന്നത്? ഹീസ് എ മിനിസ്റ്റർ ഓഫ് റെയിൽവേസ്, ഹീസ് എ മിനിസ്റ്റർ ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ്, ആൻഡ് ഹീസ് എ മിനിസ്റ്റർ ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി. നമുക്ക് ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. അശ്വിനി വൈഷ്ണവ്, മിനിസ്റ്റർ ഓഫ് റെയിൽവേസ്, മിനിസ്റ്റർ ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ്, ആൻഡ് ദ മിനിസ്റ്റർ ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി. ഇനി അടുത്തത് ശ്രീ ജ്യോതിരാദിത്യ എം ഷിൻഡെ. ഹി ഈസ് ദ മിനിസ്റ്റർ ഓഫ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ്റെ മിനിസ്റ്റർ ആണ്. അതുപോലെ തന്നെ മിനിസ്റ്റർ ഓഫ് ഡെവലപ്മെൻറ്റ് ഓഫ് നോർത്ത് ഈസ്റ്റേൺ റീജിയൻ. നോർത്ത് ഈസ്റ്റേൺ റീജിയൻ്റെ ഡെവലപ്മെൻറ്റ് മാർക്കാണ് ജ്യോതിരാദിത്യ സിൻഡെക്കാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഏതൊക്കെയാണ്? ഹി ഈസ് ദ മിനിസ്റ്റർ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഹി ഈസ് ദ മിനിസ്റ്റർ ഓഫ് ഡെവലപ്മെൻറ്റ് ഓഫ് നോർത്ത് ഈസ്റ്റേൺ റീജിയൻ. ഒന്നുകൂടെ നമുക്ക് പറയാം. Sri Jyotiraditya M. Shinde, he is a Minister of Communication and he is a Minister of Development of North Eastern Region. ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. ജ്യോതിരാദിത്യ എം ഷിൻഡെ, he is a Minister of Communications and he is a Minister of Development of North Eastern Region. അടുത്തത് ശ്രീ ഭൂപേന്ദ്ര യാദവ്. നമുക്ക് കേട്ട് പരിചയമുള്ള പേരായിരിക്കും. ശ്രീ ഭൂപേന്ദ്ര യാദവ്, ഹിസ് എ മിനിസ്റ്റർ ഓഫ് എൻവയോൺമെൻറ്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. അപ്പോൾ ശ്രദ്ധിക്കുക, ഭൂപേന്ദ്ര യാദവ്, ഹിസ് എ മിനിസ്റ്റർ ഓഫ് എൻവയോൺമെൻറ്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. അപ്പോൾ മിനിസ്റ്റർ ഓഫ് എൻവയോൺമെൻറ്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ആരാണ്? ഭൂപേന്ദ്ര യാദവ് ആണ്. അടുത്തത് ശ്രീ ഗജേന്ദ്ര സിംഗ് ഷിഖാവത്ത്. ശ്രീ ഗജേന്ദ്ര സിംഗ് ഷിഖാവത്ത്, he is a minister of culture and also he is a minister of tourism. അപ്പോൾ ശ്രീ ഗജേന്ദ്ര സിംഗ് ഷിഖാവത്ത് എന്തിൻ്റെയൊക്കെ മിനിസ്റ്റർ ആണ്? മിനിസ്റ്റർ ഓഫ് കൾച്ചറും അതുപോലെ തന്നെ മിനിസ്റ്റർ ഓഫ് ടൂറിസം. ശ്രീ ഗജേന്ദ്ര സിംഗ് ഷിഖാവത്ത്, he is a minister of culture and also he is a minister of tourism. മിനിസ്റ്റർ ഓഫ് കൾച്ചർ ആൻഡ് മിനിസ്റ്റർ ഓഫ് ടൂറിസം ആരാണ്? ശ്രീ ഗജേന്ദ്ര സിംഗ് ഷിഖാവത്ത്. അടുത്തത്
ശ്രീമതി അന്നപൂർണ ദേവി. ശ്രീമതി അന്നപൂർണ ദേവി. ശ്രീമതി അന്നപൂർണ ദേവി, ഷീസ് എ മിനിസ്റ്റർ ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ്. അപ്പോൾ വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റിന്റെ മിനിസ്റ്റർ ആരാണ്? ശ്രീമതി അന്നപൂർണ ദേവി. ശ്രീമതി അന്നപൂർണ ദേവി, വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് മിനിസ്റ്റർ. അപ്പോൾ വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് മിനിസ്റ്റർ ആരാണ്? ശ്രീമതി അന്നപൂർണ ദേവി. അടുത്തത് ശ്രീ കിരൺ റിജിജു. ശ്രദ്ധിക്കുക, ശ്രീ കിരൺ റിജിജു, ഹി ഈസ് എ മിനിസ്റ്റർ ഓഫ് പാർലമെന്ററി അഫയേഴ്സ്. പാർലമെന്ററി അഫയേഴ്സിൻ്റെയും അതുപോലെ തന്നെ മിനിസ്റ്റർ ഓഫ് മൈനോറിറ്റി അഫയേഴ്സ്. ശ്രദ്ധിക്കുക, ശ്രീ കിരൺ റിജിജു, ഹി ഈസ് എ മിനിസ്റ്റർ ഓഫ് പാർലമെന്ററി അഫയേഴ്സ് ആൻഡ് ഓൾസോ ഹി ഈസ് എ മിനിസ്റ്റർ ഓഫ് മൈനോറിറ്റി അഫയേഴ്സ്. അപ്പോൾ ശ്രീ കിരൺ റിജിജു, he is a minister of parliamentary affairs and also he is a minister of minority affairs. നമുക്ക് ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. ശ്രീ കിരൺ റിജിജു, മിനിസ്റ്റർ ഓഫ് പാർലമെന്ററി അഫയേഴ്സ് ആൻഡ് ഓൾസോ ദ മിനിസ്റ്റർ ഓഫ് മൈനോറിറ്റി അഫയേഴ്സ്. പാർലമെന്ററി അഫയേഴ്സ്, മൈനോറിറ്റി അഫയേഴ്സ് ആരാണ്? ശ്രീ കിരൺ റിജിജു. അപ്പോൾ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് മിനിസ്റ്ററെ നോക്കാം. നമ്മുടെ നെക്സ്റ്റ് മിനിസ്റ്റർ ആയിട്ട് വരുന്നത് ശ്രീ ഹർദീപ് സിംഗ് പുരി. ശ്രദ്ധിക്കുക, ശ്രീ ഹർദീപ് സിംഗ് പുരി, അദ്ദേഹം എന്തിൻ്റെ മിനിസ്റ്റർ ആയിട്ടാണ് വരുന്നത്? പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ്. പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് ആരാണ് മിനിസ്റ്റർ ആയിട്ട് വരുന്നത്? ഹർദീപ് സിംഗ് പുരി. അപ്പോൾ ഹർദീപ് സിംഗ് പുരി, മിനിസ്റ്റർ ഓഫ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ്. ഹർദീപ് സിംഗ് പുരി, മിനിസ്റ്റർ ഓഫ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ്. ഇത് പറയുമ്പോൾ നമ്മൾ ഒരു പേര് കൂടെ പറയണം അല്ലേ? നമ്മുടെ പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസിൻ്റെ സഹമന്ത്രിയായിട്ട് വരുന്നത് ആരാണ്? നമ്മുടെ കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപിയാണ് അല്ലേ വരുന്നത്. ഇനി അടുത്തത് നോക്കാം. ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ. ശ്രദ്ധിക്കുക, ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ, ഹി ഈസ് ദ മിനിസ്റ്റർ ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ്. ലേബർ ആൻഡ് എംപ്ലോയ്മെന്റിന്റെ മിനിസ്റ്റർ ആണ് ആര്? മൻസുഖ് മാണ്ഡവ്യ. അതുപോലെ തന്നെ മിനിസ്റ്റർ ഓഫ് യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സ്. ശ്രദ്ധിക്കുക, ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ, അദ്ദേഹത്തിന് രണ്ട് മിനിസ്ട്രിയാണ് വരുന്നത്. ഹി ഈസ് ദ മിനിസ്റ്റർ ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് ആൻഡ് ഓൾസോ ഹി ഈസ് ദ മിനിസ്റ്റർ ഓഫ് യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സ്. ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ എന്തിൻ്റെയൊക്കെ മിനിസ്റ്റർ ആയിട്ടാണ് വരുന്നത്? ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് ആൻഡ് ഓൾസോ യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സ്. ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് ആൻഡ് ഓൾസോ യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സ് ആരാണ് മന്ത്രിയായിട്ട് വരുന്നത്? മൻസുഖ് മാണ്ഡവ്യ. മൻസുഖ് മാണ്ഡവ്യ, മിനിസ്റ്റർ ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് ആൻഡ് ഓൾസോ ദ മിനിസ്റ്റർ ഓഫ് യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സ്. അടുത്തത് ശ്രീ ജി കിഷൻ റെഡ്ഡി. ശ്രീ ജി കിഷൻ റെഡ്ഡി, ഹി ഈസ് എ മിനിസ്റ്റർ ഓഫ് കോൾ ആൻഡ് മിനിസ്റ്റർ ഓഫ് മൈൻസ്. മിനിസ്റ്റർ ഓഫ് മൈൻസിൻ്റെയും അതുപോലെ തന്നെ മിനിസ്റ്റർ ഓഫ് കോൾസിൻ്റെയും മിനിസ്റ്റർ ഓഫ് കോൾ ആൻഡ് മിനിസ്റ്റർ ഓഫ് മൈൻസ് ആരാണ് വരുന്നത്? ജി കിഷൻ റെഡ്ഡി. ജി കിഷൻ റെഡ്ഡി, മിനിസ്റ്റർ ഓഫ് കോൾ ആൻഡ് മിനിസ്റ്റർ ഓഫ് മൈൻസ്. ശ്രദ്ധിക്കുക, ജി കിഷൻ റെഡ്ഡി, മിനിസ്റ്റർ ഓഫ് കോൾ ആൻഡ് മിനിസ്റ്റർ ഓഫ് മൈൻസ്. അടുത്തത് ശ്രീ ചിരങ് പാസ്വാൻ. ശ്രീ ചിരങ് പാസ്വാൻ, ഹി ഈസ് എ മിനിസ്റ്റർ ഓഫ് ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രീസ്. ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രീസിൻ്റെ മിനിസ്റ്റർ ആയിട്ട് വരുന്ന ആളാണ് ആര്? ചിരങ് പാസ്വാൻ. ശ്രദ്ധിക്കുക, മിനിസ്റ്റർ ഓഫ് ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി ചിരങ് പാസ്വാൻ. അടുത്തത് ശ്രീ സി ആർ പട്ടേൽ. ശ്രീ സി ആർ പട്ടേൽ, ഹി ഈസ് എ മിനിസ്റ്റർ ഓഫ് ജൽശക്തി. ജൽശക്തിയുടെ മിനിസ്റ്ററാണ് ആര്? സി ആർ പട്ടേൽ. സി ആർ പട്ടേൽ ആണ് മിനിസ്റ്റർ ഓഫ് ജൽശക്തി. മിനിസ്റ്റർ ഓഫ് ജൽശക്തി സി ആർ പട്ടേൽ. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നമ്മുടെ മിനിസ്റ്റേഴ്സിനെ, നമ്മുടെ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിനെ ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് വരാം. ശ്രദ്ധിക്കുക, നിങ്ങൾ അതിൻ്റെ ഒപ്പം ഒന്ന് പറഞ്ഞു നോക്കുക, അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആണ് ആര്? ശ്രീ നരേന്ദ്രമോദി. നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ മൂന്നാമത്തെ തവണയാണിത്. അപ്പോൾ നരേന്ദ്രമോദി അദ്ദേഹം കൈകാര്യം ചെയ്ത ഡിപ്പാർട്ട്മെൻറ്റുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അറ്റോമിക് എനർജി, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസ്, ഓൾ ഇമ്പോർട്ടൻറ്റ് പോളിസി ഇഷ്യൂസ്, all other portfolios not allocated to any ministers, Ministry of Personnel, Public Grievance and Pensions. ഇത്രയും കാര്യങ്ങളാണ് പ്രൈം മിനിസ്റ്റർ അല്ലാതെ, അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ ആണ് അതേപോലെ തന്നെ അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റുകളാണ് ഇത്രയും വരുന്നത്. ഇനി നമ്മുടെ മിനിസ്റ്റർ ഓഫ് ഡിഫൻസ് ആണ് ശ്രീ രാജ്നാഥ് സിംഗ്. നമ്മുടെ മിനിസ്റ്റർ ഓഫ് ഹോം അഫയേഴ്സ് ആൻഡ് മിനിസ്റ്റർ ഓഫ് കോർപ്പറേഷൻ ആണ് ആര്? ശ്രീ അമിത് ഷാ. മിനിസ്റ്റർ ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ് ശ്രീ നിതിൻ ജയറാം ഗഡ്കരി ആണ്. അടുത്തത് ശ്രീ ജഗത് പ്രകാശ് നന്ദയാണ് എന്തിൻ്റെ മിനിസ്റ്റർ ആയിട്ട് വരുന്നത്? മിനിസ്റ്റർ ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ആൻഡ് ഓൾസോ മിനിസ്റ്റർ ഓഫ് കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ്. ഇനി അടുത്തത് ശ്രീ ശിവരാജ് സിംഗ് ചൗഹാൻ, അദ്ദേഹമാണ് എന്തിൻ്റെ മിനിസ്റ്റർ ആയിട്ട് വരുന്നത്? മിനിസ്റ്റർ ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമർ വെൽഫെയർ ആൻഡ് ഓൾസോ മിനിസ്റ്റർ ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ്. അടുത്ത മിനിസ്റ്ററെ നോക്കുകയാണെങ്കിൽ ശ്രീമതി നിർമ്മല സീതാരാമൻ, ഷീ ഈസ് ദ മിനിസ്റ്റർ ഓഫ് ഫിനാൻസ് ആൻഡ് ഓൾസോ ദ മിനിസ്റ്റർ ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ്. അടുത്തത് ഡോക്ടർ സുബ്രഹ്മണ്യം ജയശങ്കർ, ഹി ഈസ് ദ മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് അല്ലേ? എക്സ്റ്റേണൽ അഫയേഴ്സ്.
മിനിസ്റ്ററായിട്ട് വരുന്നത് ഡോക്ടർ സുബ്രഹ്മണ്യം ജയശങ്കർ. അടുത്തത് ശ്രീ മനോഹർ ലാൽ, ഹിസ് എ മിനിസ്റ്റർ ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് ആൻഡ് ഓൾസോ ദ മിനിസ്റ്റർ ഓഫ് പവർ. Sri Manohar Lal, he is the Minister of Housing and Urban Affairs and also the Minister of Power. അടുത്തത് ശ്രീ H.D. Kumaraswamy, he is the Minister of Heavy Industries and also he is the Minister of Steel. അടുത്തത് ശ്രീ Piyush Goyal, he is the Minister of Commerce and Industry. അടുത്തത് വരുന്നത് ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ, he is the Minister of Education. അടുത്തത് ശ്രീ ജതൻ റാം മഞ്ജി, he is the Minister of Micro, Small and Medium Enterprises. അടുത്തത് വരുന്നത് ശ്രീ രാജീവ് രഞ്ജൻ സിംഗ് ഓർ ലാലൻ സിംഗ്, ഹി ഈസ് എ മിനിസ്റ്റർ ഓഫ് പഞ്ചായത്തി രാജ് ആൻഡ് മിനിസ്റ്റർ ഓഫ് ഫിഷറീസ്, ആനിമൽ ഹസ്ബൻഡറി ആൻഡ് ഡയറിങ്. അടുത്തത് ശ്രീ സർബാനന്ദ സോനോവാൾ, ഹി ഈസ് എ മിനിസ്റ്റർ ഓഫ് പോർട്സ്, ഷിപ്പിംഗ് ആൻഡ് വാട്ടർവേസ്. അടുത്തത് വരുന്നത് ഡോക്ടർ വീരേന്ദ്ര കുമാർ, ഹി ഈസ് എ മിനിസ്റ്റർ ഓഫ് സോഷ്യൽ എംപവർമെൻറ്റ്. അടുത്തത് വരുന്നത് ശ്രീ കിഞ്ഞറാപ്പു രാംമോഹൻ നായിഡു, ഹി ഈസ് എ മിനിസ്റ്റർ ഓഫ് സിവിൽ ഏവിയേഷൻ. അടുത്തത് വരുന്നത് ശ്രീ പി ജോഷി, ഹി ഈസ് എ മിനിസ്റ്റർ ഓഫ് കൺസ്യൂമർ അഫയേഴ്സ്, ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഓൾസോ ദ മിനിസ്റ്റർ ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി. അടുത്തത് വരുന്നത് ശ്രീ ഗിരിരാജ് സിംഗ്, ഹി ഈസ് എ മിനിസ്റ്റർ ഓഫ് ടെക്സ്റ്റൈൽസ്. അടുത്തത് ശ്രീ അശ്വനി വൈഷ്ണവ്, ഹി ഈസ് എ മിനിസ്റ്റർ ഓഫ് റെയിൽവേസ്, മിനിസ്റ്റർ ഓഫ് information and broadcasting and also he is a minister of electronics and information technology. അടുത്തത് വരുന്നത് ശ്രീ ജ്യോതിരാദിത്യ എം ഷിൻഡെ, he is a minister of communications and also he is a minister of development of north eastern region. അടുത്തത് ശ്രീ ഭൂപേന്ദ്ര യാദവ്, he is a minister of environment, forest and climate change. അടുത്തായിട്ട് വരുന്നത് ശ്രീ ഗജേന്ദ്ര സിംഗ് ഷിഖാവത്ത്, he is a minister of culture and also tourism. He is a minister of culture and tourism. അടുത്തത് വരുന്നത് ശ്രീമതി അന്നപൂർണ ദേവി, she is a minister of women and child development. അടുത്തത് വരുന്നത് ശ്രീ കിരൺ റിജിജു, he is a minister of parliamentary affairs and also the minister of minority affairs. അടുത്തത് വരുന്നത് ശ്രീ ഹർദീപ് സിംഗ് പൂരി, he is a minister of petroleum and natural gas. അടുത്തായിട്ട് വരുന്നത് ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ, he is the minister of labor and employment and also the minister of youth affairs and sports. അടുത്തായിട്ട് വരുന്നത് ശ്രീ ജി കിഷൻ റെഡ്ഡി, he is the minister of coal and also the minister of mines. അടുത്തായിട്ട് വരുന്നത് ശ്രീ ചിരങ് പാസ്വാൻ, he is the minister of food processing industries. അടുത്തായിട്ട് വരുന്നത് ശ്രീ സി ആർ പട്ടേൽ, he is the ministry of ജൽ ശക്തി, he is the minister of ജൽ ശക്തി. അപ്പോൾ ഇത്രയും മിനിസ്റ്റേഴ്സാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള, അല്ലെങ്കിൽ ഇത്രയും പേരാണ് നമ്മുടെ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സായിട്ട് വരുന്നത്. പിന്നെ നമുക്ക് സഹമന്ത്രിമാരെയൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ഇത്രയും ആളുകളാണ്, എന്തായാലും പഠിച്ചിരിക്കേണ്ട ഏരിയ ആണ്. നമുക്ക് ഒരുപാട് എക്സാംസ് വരുന്നുണ്ട്. എല്ലാ എക്സാംസിനും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ കൂടെയാണ്. നമ്മുടെ കറണ്ട് അഫയേഴ്സ് നോക്കുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു പാർട്ടാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിച്ചിരിക്കുക. ഈ സെഷൻ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്